67 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർക്ക് ഫലം നെഗറ്റീവായിട്ടുണ്ട്. പോസിറ്റീവായത് പാലക്കാട് 29, കണ്ണൂർ 8, കോട്ടയം 6, മലപ്പുറം എറണാകുളം 5 വീതം, തൃശ്ശൂർ കൊല്ലം 4 വീതം, കാസർഗോഡ് ആലപ്പുഴ 3 വീതം. ഈ പോസിറ്റീവായവരിൽ 27 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട് 9, മഹാരാഷ്ട്ര 15, ഗുജറാത്ത് 5, കർണാടക 2, പോണ്ടിച്ചേരി 1, ഡൽഹി 1. പിന്നെ സമ്പർക്കം മൂലം 7. ഇത്തരത്തിലാണ് പോസിറ്റീവ് കേസുകൾ. നെഗറ്റീവായവർ കോട്ടയം 1, മലപ്പുറം 3, ആലപ്പുഴ 1, പാലക്കാട് 2, എറണാകുളം 1, കാസർഗോഡ് 2. 963 പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 415 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം സംസ്ഥാനത്ത് വീണ്ടും 1 ലക്ഷം കടന്നു. 1,04,336 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,03,528 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈനിലോ ആണ്. 808 പേരാണ് ആശുപത്രികളിലുള്ളത്. ഇന്ന് 186 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 56,704 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 54,836 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 8,599 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 8,174 നെഗറ്റീവായിട്ടുണ്ട്. 68 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്താകെയുള്ളത്. ഇന്ന് പുതുതായി 9 സ്ഥലങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടുകളായി. കണ്ണൂർ 2, കാസർഗോഡ് 3, പാലക്കാട് 1, ഇടുക്കി 1, കോട്ടയം 1. ജില്ലകളിലും പഞ്ചായത്തുകളും പാലക്കാട്ടെ മണ്ണാർക്കാട്ടെ മുനിസിപ്പാലിറ്റിയുമാണ് പുതുതായി ഹോട്ട്സ്പോട്ടുകളായത്. ഈ നേരത്തെ പറഞ്ഞ ജില്ലകളിൽ ഇത്രയും പഞ്ചായത്തുകളുണ്ട്, അത്ര പഞ്ചായത്തുകളുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുണ്ട്. കണ്ണൂർ ധർമ്മടം സ്വദേശി 61 വയസ്സുള്ള ആസിയ മരണമടഞ്ഞു. ഇതോടെ ഇതുവരെ 6 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. ആസിയയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾ ധാരാളമായി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതോടെ
നാം കോവിഡ് പ്രതിരോധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കാനും ജനപ്രതിനിധികളുടെ സഹകരണം അഭ്യർത്ഥിക്കാനും ഇന്ന് കാലത്ത് എം.പിമാരുമായും എം.എൽ.എമാരുമായും വീഡിയോ കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യം നേരിടുന്നതിന് സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ എം.പിമാരും എം.എൽ.എമാരും പിന്തുണ അറിയിച്ചു. ഈ മഹാമാരി നേരിടുന്നതിന് കേരളം തുടർന്നും ഒറ്റക്കെട്ടായി പോകണമെന്ന വികാരമാണ് എല്ലാവരും പങ്കുവച്ചത്. നമ്മുടെ ജാഗ്രത ശക്തിപ്പെടുത്തുന്നതിന് ചില നിർദ്ദേശങ്ങളും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവയെല്ലാം സർക്കാർ ഗൗരവമായി പരിശോധിക്കും. നിയമസഭാ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി. മുരളീധരൻ എന്നിവരുൾപ്പെടെ പങ്കെടുത്തു. 3 പേരൊഴികെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്നു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം. വാർഡ് തല സമിതിക്ക് മുകളിൽ പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികളുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശവും സഹായവും ഉണ്ടാകണമെന്ന് എം.പിമാരോടും എം.എൽ.എമാരോടും അഭ്യർത്ഥിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല. കൂടുതൽ ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നുണ്ട്. ആളുകളെ കൊണ്ടുവരുമ്പോൾ മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ ആദ്യം പരിഗണിക്കണം. കോവിഡ് വ്യാപനം തീവ്രമായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക സമീപനം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിച്ച് വേണ്ടത് ചെയ്യും. എന്നാൽ അവരിങ്ങോട്ട് വരേണ്ടതില്ല എന്ന സമീപനം ഉണ്ടാകില്ല. വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്നവരുടെ മക്കൾക്ക് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ തുറന്നു പഠിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാകില്ല. നേരത്തെ അത് പ്രസ്താവിച്ചതാണ്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അന്തർജില്ലാ ജലഗതാഗതം അനുവദിക്കണമെന്ന ആവശ്യം വീഡിയോ കോൺഫറൻസിൽ ഉയർന്നു. അന്തർജില്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന സമയത്ത് ഈ കാര്യവും പരിഗണിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് തിരിച്ചു പോകാൻ യാത്രാ സൗകര്യമില്ലാത്ത പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഹോട്ട്സ്പോട്ടിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ പാസിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും ചുമതല കരാറുകാർ തന്നെ വഹിക്കണം. ഇത് പുറമേ നിന്ന് വരുന്നവരായതുകൊണ്ട് അവർ കോവിഡ് ടെസ്റ്റിന് വിധേയരാകേണ്ടതുണ്ട്. അപ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തി കോവിഡ് ബാധയില്ല എന്നുറപ്പ് വരുത്തേണ്ട ബാധ്യത കരാറുകാർക്കായിരിക്കും.
സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നത് തടയാൻ സർക്കാർ എടുത്ത നടപടികൾക്ക് നല്ല ഫലമുണ്ടായിട്ടുണ്ട്. കേരളം ഒന്നിച്ചു നിന്നാണ് ഈ പ്രവർത്തനം നടത്തിയത്. ഇതുവഴി രോഗവ്യാപനം തടയാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് ഒരു ഘട്ടത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 16 ചുരുങ്ങിയിരുന്നു. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക, അതുതന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ പ്രവാസികളാകെ ഒന്നിച്ചെത്തുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമുള്ളത്. അപ്പോൾ അവരിൽ വിസ കാലാവധി കഴിഞ്ഞവർ, വിദ്യാർത്ഥികൾ, ഗർഭിണികൾ, വയോധികർ, മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടി പോയവർ, ഇവർക്കൊക്കെ മുൻഗണന നൽകണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ 3,80,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2,16,000 പേർക്ക് പാസ് നൽകി. പാസ് ലഭിച്ച 1,01,779 പേർ വന്നു കഴിഞ്ഞു. വിദേശത്ത് നിന്ന് വരാൻ രജിസ്റ്റർ ചെയ്തത് 1,34,000 പേരാണ്. അവരിൽ 11,189 പേർ മെയ് 25 വരെ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രവാസികൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ചില ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. രോഗവ്യാപനം വലിയ തോതിലുള്ള പ്രദേശങ്ങളിൽ നടക്കമാണ് ആളുകൾ വരുന്നത്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതിന് മുൻപ് ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ 16 പേരാണ്. ആ സ്ഥാനത്ത് ഇന്നലെ 415 പേരായി ചികിത്സയിൽ. സ്വാഭാവികമായും രോഗികളുടെ എണ്ണം വർദ്ധിക്കും. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരിൽ 72 പേർക്കും തമിഴ്നാട്ടിൽ നിന്നും വന്നവരിൽ 71 പേർക്കും കർണാടകയിൽ നിന്ന് വന്നവരിൽ 35 പേർക്കുമാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്നെത്തിയവരിൽ 133 പേർക്ക് രോഗബാധയുണ്ടായി. ഇവരിൽ 75 പേർ UAE യിൽ നിന്നുള്ളവരാണ്. 25 പേർ കുവൈറ്റിൽ നിന്നുമാണ്. രോഗവ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്നും വരുന്നവരെ കരുതലോടെ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആരെയും പുറന്തള്ളുന്ന നയമില്ല. അവർ എത്തുമ്പോൾ ശരിയായ പരിശോധനയും ക്വാറന്റൈനും ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് സർക്കാരിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ രജിസ്ട്രേഷനിൽ വരുന്നവരുടെയും ഇവിടെയുള്ളവരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് ഈ രജിസ്ട്രേഷൻ ഒഴിച്ചുകൂടാത്തതാണ്. ആരോടും ഒരു വിവേചനവുമില്ല. മറ്റു പോംവഴിയില്ലാത്തതുകൊണ്ടാണ്
ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. സമൂഹ വ്യാപനത്തിലേക്കാണ് അത് ചെന്നെത്തുക. മറ്റ് സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ രോഗം വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ട്രെയിനുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഒരു തടസ്സവും അതിനില്ല. സംസ്ഥാനം സമ്മതിക്കാത്ത പ്രശ്നവുമില്ല. എവിടെ നിന്നാലും രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ എത്തുന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പരിശോധിച്ച് ക്വാറൻറ്റൈനിലേക്ക് അയക്കുകയാണ്. ക്വാറൻറ്റൈൻ വീട്ടിലാവാം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സൗകര്യമുണ്ടോ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ട്രെയിനിൽ വരുന്നവരുടെ വിവരങ്ങൾ മുൻകൂട്ടി ലഭിക്കണം. എങ്കിൽ മാത്രമേ പരിശോധിക്കാനും തീർച്ചപ്പെടുത്താനും കഴിയൂ. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ട്രെയിൻ അയക്കാൻ റെയിൽവേ തീരുമാനിച്ചു. ഇവിടെ അത് സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇക്കാര്യം റെയിൽവേ മന്ത്രിയെ അറിയിച്ചു. ശരിയായ നിരീക്ഷണത്തിനും അതുവഴി രോഗവ്യാപനം തടയുന്നതിനും സർക്കാർ എടുക്കുന്ന നടപടികളെ തകിടം മറിക്കുന്നതാണ് ഈ രീതിയെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അതിനുശേഷം മറ്റൊരു ട്രെയിൻ കൂടി ഇതേ രീതിയിൽ കേരളത്തിൽ അയക്കാൻ തീരുമാനിക്കുന്ന പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കരുതലിനെ അട്ടിമറിക്കുന്ന പ്രശ്നമാണിത്. രോഗവ്യാപനം കൂടുതലുള്ള നഗരങ്ങളിൽ ഒന്നാണ് മുംബൈ. അവിടങ്ങളിൽ നിന്നുള്ളവരും വരട്ടെ എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം രോഗം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനുള്ള നിബന്ധനകൾ കർശനമായി നടപ്പാക്കിയേ പറ്റൂ. അതിനുള്ള അച്ചടക്കം എല്ലാവരും പാലിക്കണം. വീടുകളിൽ ക്വാറൻറ്റൈനിലുള്ളവരുണ്ട്. അവരവിടെ തന്നെ കഴിയണം. മറ്റുള്ളവരോട് സമ്പർക്കം പാടില്ല. ഇക്കാര്യം പരമാവധി ഉറപ്പുവരുത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ലോക്ക്ഡൗണിൽ വിവിധ ഘട്ടങ്ങളിൽ ചില ഇളവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ തുടരുകയാണ്. ഈ ഇളവുകളെ തുടർന്ന് കടകളിലും ചന്തകളിലും മറ്റും വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഈ രീതി തുടരാൻ പറ്റില്ല. നമ്മുടെ ജാഗ്രതയിൽ അയവ് വന്നുകൂടാ. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ MLA-മാരുടെയും MP-മാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. നിയന്ത്രണങ്ങൾ നടപ്പാക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ജീവനോപാധിക്ക് വേണ്ട സൗകര്യം നൽകേണ്ടതുണ്ട്.
സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഇളവുകൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുക എന്നതാണ് ജനപ്രതിനിധികളുടെ മുന്നിലുള്ള കടമ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ ആകെ അണിനിരത്തണം. ഒറ്റ മനസ്സോടെ ഇറങ്ങിയാൽ രോഗവ്യാപനം നമുക്ക് തടയാൻ കഴിയും. വിവാഹം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇപ്പോൾ നിയന്ത്രണമുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് ആകെ 20 പേരേ പാടുള്ളൂ. എന്നാൽ ഇത് ഒരു സമയം 20 എന്ന് ദുർവ്യാഖ്യാനിച്ച് പല ഘട്ടങ്ങളിലായി ആളുകൾ മരണ വീടുകളിൽ കയറി ഇറങ്ങുന്നു. വിവാഹത്തിന് പരമാവധി 50 പേർക്കാണ് പങ്കെടുക്കാവുന്നത്. ഇത് ലംഘിച്ച് വിവാഹത്തിന് മുൻപും ശേഷവും ആളുകൾ കൂടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ കർശനമായ നിലപാട് വേണ്ടി വരും. ആരോഗ്യ പ്രവർത്തകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കർശനമാക്കണം. അവർക്ക് വൈറസ് ബാധ ഉണ്ടാകുന്നത് ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. അവർ നടത്തുന്ന സേവനമാണ് ഈ രോഗപ്രതിരോധത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. PPE കിറ്റ് ധരിക്കാതെ രോഗികളുമായി ഇടപഴകുന്ന സാഹചര്യം ഉണ്ടാകരുത്. പോലീസിൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓട്ടോകളിലും ചിലയിടത്ത് കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരം പരാതികൾ ഉയരുന്നു. വിലക്ക് ലംഘിച്ച് ആളുകളെ കയറ്റുന്ന വാഹന ഉടമകൾക്കെതിരെ നടപടികളുണ്ടാവും. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുണ്ടാവും. തിരക്കൊഴിവാക്കാൻ പോലീസും കാർക്കശ്യത്തോടെ ഇടപെടും. ആഭ്യന്തര വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. വിമാനത്തിൽ വരുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ടി വരും. മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും അത് ധരിക്കാതിരിക്കാനുള്ള പ്രവണത വ്യാപകമായി ഉണ്ട്. അതനുവദിക്കാനാവില്ല. എല്ലാവർക്കും പരിമിതമായ തോതിലെങ്കിലും മാസ്ക് സൗജന്യമായി ലഭ്യമാക്കുന്നതിന് ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കടകൾ തുറന്നപ്പോൾ ജ്യൂസ് കടകളിലും ചായക്കടകളിലും മറ്റും കുപ്പി ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓരോ തവണയും സാനിറ്റൈസ് ചെയ്തില്ലെങ്കിൽ രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് അതിലൊന്ന് മുക്കിയെടുത്താൽ അത് നേരെ മറ്റൊരാൾക്ക് കൊടുത്താൽ രോഗമുള്ളയാളാണ് കുടിച്ചതെങ്കിൽ രോഗവ്യാപനം ഉറപ്പായി. ഇപ്പോൾ പലയിടത്തും ഇത് നടക്കുകയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം ഗൗരവമായി തന്നെ കണ്ട് ഇടപെടുന്ന നിലയുണ്ടാവും. മലയാളികൾക്ക്
തിരികെ നാട്ടിലെത്താനുള്ള പാസിൻ്റെ മറവിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റും കെട്ടിട നിർമ്മാണ തൊഴിലാളികളടക്കം കേരളത്തിലേക്ക് എത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കുറുക്കു വഴികളിലൂടെ ആളുകൾ എത്തിയാൽ രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. സംസ്ഥാനത്തേക്കുള്ള വരവ് വ്യവസ്ഥാപിതം ആകണമെന്നതിൽ കൂടുതൽ കർക്കശ നിലപാടെടുക്കും. രജിസ്റ്റർ ചെയ്യാതെ വരുന്നവർക്ക് കനത്ത പിഴ ചുമത്തും. 28 ദിവസം നിർബന്ധിത ക്വാറന്റൈനും ഏർപ്പെടുത്തും. സംസ്ഥാന അതിർത്തി കടന്ന് സ്ഥിരമായി പോയി വരേണ്ടവരുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ ഉപയോഗിക്കാനുള്ള പാസ് നൽകും. സന്നദ്ധ പ്രവർത്തകർ നല്ല തോതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തകരിൽ ഒരു വിഭാഗത്തെ പോലീസിനോടൊപ്പം പോലീസ് വളണ്ടിയർമാരായി നിയോഗിക്കും. ലോക്ക്ഡൗൺ നിയന്ത്രണം നടപ്പാക്കുന്നതിന് പോലീസിനെ സഹായിക്കാൻ ഇവരുടെ സേവനമുണ്ടാകും. അവർക്ക് പ്രത്യേക ബാഡ്ജ് നൽകും. 2 പേരടങ്ങുന്ന പോലീസ് സംഘത്തിൽ ഒരാൾ ഈ വളണ്ടിയറായിരിക്കും. ATMകളിൽ സാനിറ്റൈസർ നിർബന്ധമാക്കണമെന്ന് നേരത്തെ തന്നെ ബാങ്കുകളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതോടൊപ്പം ഒരു തവണ വെച്ചാൽ പിന്നീട് റീഫിൽ ചെയ്യാനും ബാങ്കുകൾ തയ്യാറാകേണ്ടതാണ്. പതിനാല് സർക്കാർ ലാബുകൾ, 6 സ്വകാര്യ ലാബുകൾ, ഇങ്ങനെ 20 കോവിഡ് പരിശോധിക്കാനുള്ള സംവിധാനമുള്ളത്. 3 മാസത്തിനുള്ളിലാണ് 20 ലാബുകൾ പ്രവർത്തന സജ്ജമാക്കാൻ സാധിച്ചത്. എല്ലാ സർക്കാർ ലാബുകളിലും കൂടി ദിനം പ്രതി 3000-ഓളം പരിശോധന നടത്താൻ കഴിയും. അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് 5000-ഓളമായി ഉയർത്താനുമാകും. ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കും. രോഗവ്യാപന സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ ആകെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യവും ആലോചിക്കും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോടതികളുടെ സുരക്ഷ മാനിച്ച് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് ഇലക്ട്രോണിക്സ് പ്ലാറ്റ്ഫോമുകളുടെ സേവനം ഉപയോഗിക്കും. ഇതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കള്ളനെ പിടിക്കാൻ പോയ പോലീസും കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റും ക്വാറന്റൈനിൽ പോകുന്ന സ്ഥിതി ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അറസ്റ്റിലാകുന്ന പ്രതികളെ കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. ഇത്തരം പ്രതികൾക്കായി സബ് ഡിവിഷൻ തലത്തിൽ ഡീറ്റൻഷൻ കം പ്രൊഡക്ഷൻ സെൻറ്റർ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും കുറച്ച് പോലീസുകാരെ മാത്രമേ അറസ്റ്റ് നടപടികളിൽ പങ്കെടുപ്പിക്കൂ. പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരാൾ എത്തിയാൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരും ആവും.
ഇവിടെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവൂ. സംസ്ഥാനത്തെ പ്രധാന തെരുവുകൾ അവിടങ്ങളിൽ പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഏർപ്പെടുത്തും. SSLC +2 പരീക്ഷകൾ ആരംഭിച്ചു. കുട്ടികൾ ജാഗ്രതയോടെയും അച്ചടക്കത്തോടെയുമാണ് പരീക്ഷയ്ക്കെത്തിയത്. അധ്യാപകരും PTA-കളും മികച്ച ഇടപെടൽ തന്നെ നടത്തി. സുഗമമായ നടത്തിപ്പിന് സ്വീകരിച്ച സുരക്ഷാ നടപടികൾ തൃപ്തികരമാണ്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പോലീസ് തികഞ്ഞ ജാഗ്രത പുലർത്തുന്നുണ്ട്. കുട്ടികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് പോലെ തന്നെ അവരെ സുരക്ഷിതരായി വീടുകളിൽ എത്തിക്കുന്നതിനും പോലീസ് മുന്നിലുണ്ടാവും. ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അവർക്ക് ഉചിതമായ രീതിയിൽ അവസരമുണ്ടാകും. COVID-19 പരിശോധനകൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി COVID-19 ലാബറട്ടറികളിൽ ആരോഗ്യവകുപ്പ് NHM മുഖാന്തരം 150 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചു. 19 റിസർച്ച് ഓഫീസർ, 65 ലാബ് ടെക്നീഷ്യൻ, 29 ലാബ് അസിസ്റ്റൻറ്റ്, 17 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, 20 ക്ലീനിങ് സ്റ്റാഫ്, ഇത്തരത്തിലാണ് തസ്തികകൾ. സംസ്ഥാനത്തിന് പുറത്തു നിന്നും എത്തുന്നവരുടെ എണ്ണവും കോവിഡ് രോഗികളുടെ എണ്ണവും കൂടിയ സാഹചര്യത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതോടെ സ്ഥിരവും താൽക്കാലികവുമായ 8379 തസ്തികകളാണ് ഈ കാലയളവിൽ സൃഷ്ടിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ എംപറർ ഇമ്മാനുവേൽ ചർച്ച് വിശ്വാസികൾ ഒരുമിച്ച് താമസിക്കുന്ന 18 വീടുകളടങ്ങിയ സിയോൺ ഷേക്കം എന്ന ഹൗസിംഗ് കോളനി ക്വാറന്റീൻ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകി. ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഫണ്ട് ഏൽപ്പിക്കൽ, കല്യാൺ ജ്വല്ലറി ശ്രീ കല്യാണരാമൻ 2 കോടി രൂപ, കുടുംബശ്രീ 50 ലക്ഷം. ദേശീയ മാധ്യമരംഗത്തെ പ്രമുഖനായ രാജീവ് സർദേശായി കേരള കോളിംഗ് മാസികയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിനുള്ള പ്രതിഫലം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. സർക്കാരിൻ്റെ നേതൃപാടവവും കൂട്ടായ പ്രവർത്തനവുമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച കൊറോണ നിയന്ത്രണ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുന്നപ്ര വയലാർ മാരാരിക്കുളം സമരസേനാനി പരേതനായ സഖാവ് AV വേലായുധൻ്റെ സഹധർമ്മിണി വിലാസിനി പെൻഷൻ തുക കൈമാറി. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ സ്മരണ മുൻനിർത്തി മകൾ ഡോക്ടർ ഗീത പുതുശ്ശേരി 1 ലക്ഷം രൂപ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU 52,75,50 രൂപ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ജീവനക്കാരും ചേർന്ന് 2,01,98,300 രൂപ. സിയാലിൻ്റെ 26ാം വാർഷിക ദിനാഘോഷം റദ്ദാക്കി ഇതിനായി നീക്കിവെച്ച 2 ലക്ഷം രൂപ കൈമാറി.
സിനിമാ നടൻ കോട്ടയം നസീർ താൻ വരച്ച ചിത്രത്തിൻ്റെ പ്രതിഫലമായ 1 ലക്ഷം രൂപ കൈമാറി. കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ 10 ലക്ഷം. പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിലുള്ള SC പ്രൊമോട്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച 5,55,555 രൂപ. അഗ്രികൾച്ചർ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 ലക്ഷം രൂപ. ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ഇന്നലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു നീണ്ട പട്ടിക നൽകി, അത് പാലിക്കാതെ അത് നടപ്പാക്കാതെ ട്രെയിൻ വിടരുതെന്ന് പറഞ്ഞു. സ്വന്തം നാട്ടുകാരെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ചിന്തയില്ലെങ്കിൽ, മുഖ്യമന്ത്രിമാർക്ക് ചിന്തയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു. അതായത് അങ്ങേക്ക് കേരള ജനങ്ങളെ കുറിച്ച് ചിന്തയില്ലെന്നാണ് പീയൂഷ് ഗോയൽ ഇന്നലെ പറഞ്ഞത്. അതെ, കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് അങ്ങനെ പറയുന്നതിനിടയാക്കിയത്. അദ്ദേഹത്തെ അറിയിക്കാൻ പ്രേരിപ്പിച്ച കാര്യം അതാണ്. അത് നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന്, പ്രത്യേകിച്ച് മുംബൈയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിക്കുന്നത് സ്വാഭാവികമാണ്. സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്, വരുന്നവർക്കെല്ലാം സ്വാഗതമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തിന് പുറത്തുള്ളത്. ഇവരെല്ലാം ഒന്നിച്ചു വന്നാൽ നമുക്ക് ഇവിടുത്തെ ക്രമീകരണങ്ങളുടെ താളം തെറ്റും. ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഒരു ട്രെയിൻ വരുമ്പോൾ ആ ട്രെയിനിൽ വരുന്നവർ നേരത്തെ ഇവിടെയുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ വന്നാൽ നേരത്തെ തന്നെ മനസ്സിലാക്കാനാവും ആരാണ്, നമ്മളവരെ ഹോം ക്വാറൻറ്റൈനാണ് ഉദ്ദേശിക്കുന്നത്, ആ വീട്ടിൽ ക്വാറൻറ്റൈൻ സൗകര്യമുണ്ടോ, അത് നോക്കി തീർച്ചപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇത് വേണമെന്ന് പറയുന്നത്. അത് പാലിക്കാതെ ട്രെയിൻ വിടുന്ന സ്ഥിതിയുണ്ടായി. ഇവിടെ വന്നിറങ്ങി ഇവർക്കെല്ലാം ക്രമീകരണങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഒട്ടേറെ അപാകതകൾ അതിൽ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹമാണല്ലോ റെയിൽവേ മന്ത്രി, അദ്ദേഹത്തിന് കത്തയച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞത് ഈ കാര്യം മാത്രമാണ്, കേരളത്തിലേക്ക് വരുന്നവർ കേരളത്തിൻ്റെ പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ വിവരം ഇന്നവരാണ് അങ്ങോട്ട് വരുന്നത് എന്നത് റെയിൽവേ കേരളത്തെ അറിയിക്കുകയും വേണം. കാരണം റെയിൽവേയിൽ ബുക്ക് ചെയ്യുന്നുണ്ട്, അതറിയിക്കുന്നതിന് പിന്നെ വിഷമമില്ല. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അറിയിച്ചാൽ മാത്രമേ ഇവിടുത്തെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ പറ്റൂ. ഇത് റെയിൽവേ മന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ശ്രദ്ധയോടെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് സംസ്ഥാനം കാണുന്നത്. പക്ഷേ അത്തരമൊരു കത്ത് അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷം തൊട്ട പിറ്റേ ദിവസം വീണ്ടും ഒരു ട്രെയിൻ പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. അതൊരാശ്ചര്യകരമായ നടപടിയാണ്. അത് ഉദ്യോഗസ്ഥതലത്തിൽ തന്നെ ഇടപെട്ടു, അത് ശരിയല്ല, ഇങ്ങനെയായാൽ ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ തെറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ തീരുമാനം റദ്ദ് ചെയ്തു. ഇത്രയുമായപ്പോൾ സാധാരണ ഇതുപോലൊരു ചെറിയ കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അത് ഈ ലെവലിൽ തീരേണ്ടതാണ്. അത് പ്രധാനമന്ത്രിക്ക് എൻ്റെ കത്തായിട്ട് അയച്ചു. പ്രധാനമന്ത്രിയോട് ഇത് തന്നെ പറഞ്ഞത്, ഇതുപോലൊരു ചെറിയ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു, ഞങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ടിത് മാറും, അതിൻ്റെ താളം തെറ്റിപ്പോവും. നമ്മുടെ ഡിമാൻഡ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഏത് ട്രെയിനും വരട്ടെ, ആ ട്രെയിനിൽ വരുന്നവരാകെ ഇവിടുത്തെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, അവർ മാത്രമേ ഇങ്ങോട്ട് വരാവൂ.
ഇതാണ് എടുത്ത നിലപാട്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിന് അതേപോലെ ഞാൻ മറുപടി പറയണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അത് വളരെ നിർഭാഗ്യകരമായിപ്പോയി. ആ പദവിക്ക് ചേർന്നതല്ല. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുടെ ഗൗരവത്തിൻ്റെ നേരിയൊരംശം പോലും അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നത് അത്യന്തം നിർഭാഗ്യകരമായ കാര്യമാണ്. പിന്നെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് പീയൂഷ് ഗോയലല്ല തീരുമാനിക്കേണ്ടത്, അത് സംസ്ഥാനത്തെ ജനങ്ങളാണ്. അത്രത്തോളം മാത്രമേ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഈ എല്ലാ മന്ത്രിമാരുമായി MLA-മാരുമായിട്ട് MP-മാരുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഈ പ്രതിപക്ഷത്തെ ചില MLA-മാർക്ക് സമയം കിട്ടിയില്ല എന്നൊരു പരാതി അവർ ഏച്ചതായി കണ്ടോ? അല്ല, വാസ്തവമുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതെല്ലാവർക്കും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് സ്വാഭാവികമല്ലേ. നിങ്ങൾ നിയമസഭയുടെയൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ. നിയമസഭയിൽ ചില ആളുകൾ മാത്രമല്ലേ സംസാരിക്കൂ. ഇന്ന് കക്ഷി നേതാക്കന്മാരാണ് സംസാരിച്ചത്. അതിൽ എല്ലാ കക്ഷികളുടെയും പ്രാതിനിധ്യം ഉണ്ടായി, എല്ലാ കക്ഷികളുടെയും നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. ഞാൻ അവിടെ തന്നെ പറഞ്ഞു, ആ പ്രമുഖരായ ആളുകളെയൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഒരു മണിക്കുള്ളിൽ തീരേണ്ട ഒരു പരിപാടിക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും എവിടെയും ഉണ്ടാകാറില്ല. നിയമസഭയിലും എല്ലാവരും സംസാരിക്കുന്നവരെ ഉണ്ടാകാറില്ല. ഓരോ പാർട്ടിയെയും പ്രതിനിധീകരിച്ചുള്ള ആളുകളാണ് നിയമസഭക്കകത്ത് പോലും സംസാരിക്കാറുള്ളത്. അതാണ് ഇവിടെയും സ്വീകരിച്ച നടപടികൾ. ഈ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ വൈദ്യുതി ഇനത്തിൽ അതിന്റെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കുമെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഫിക്സഡ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഫിക്സഡ് ചാർജിൻ്റെ കാര്യത്തിൽ ഇളവുകൾ വേണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ എടുക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള ചില പരാതികൾ വീണ്ടുമുണ്ട്. ആ പരാതിയുടെ കാര്യം സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് KSEB-യുമായി ചർച്ച ചെയ്യും, അതിൻ്റെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഈ MP-മാരുടെയും MLA-മാരുടെയും യോഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ മുരളീധരൻ പങ്കെടുത്തു എന്നാണ് തുടക്കത്തിൽ വിശദീകരിച്ചു. അദ്ദേഹം എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശമോ കാര്യങ്ങളോ എന്തെങ്കിലും മുന്നോട്ട് വെച്ചിരുന്നോ യോഗത്തിൽ? അദ്ദേഹം പങ്കെടുത്തെങ്കിലും ഈ യോഗം കുറച്ച് നീണ്ടപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പോവുകയുണ്ടായി. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഈ എല്ലാ ചർച്ചയും കേട്ടതിന് ശേഷം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയാവുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് പറയാനാവുമല്ലോ. അങ്ങനെ ഒരു സംസാരം അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് അതിന് പറ്റിയില്ല. എവിടെ നിന്ന് രോഗം വന്നു എന്നറിയാത്ത, ഉറവിടം കണ്ടെത്താത്ത രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട് പല ദിവസങ്ങളിലായിട്ട്. പിന്നെ നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പുറത്തുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെ എണ്ണം പോസിറ്റീവ് കേസുകൾ കാര്യമായി തന്നെ കൂടുന്നു എന്നിപ്പോൾ റെക്കോർഡ് നമ്പറാണുള്ളത്. നമ്മൾ ഒരു ആശങ്കപ്പെടാനുള്ള സാഹചര്യം, സമൂഹ വ്യാപനം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സമൂഹ വ്യാപനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. പക്ഷേ നാം കാണേണ്ടത് ഇത് സമൂഹ വ്യാപനത്തിലേക്ക് എത്താവുന്ന തരത്തിലുള്ളൊരു രോഗമാണ്. അപ്പോൾ ആവശ്യമായ നിയന്ത്രണങ്ങളെല്ലാം നമ്മൾ പാലിച്ചു പോയില്ലെങ്കിൽ അത് ഏത് ഘട്ടത്തിലും സമൂഹ വ്യാപനത്തിലേക്ക് എത്താം. ഒരു സമൂഹ വ്യാപനത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഗൗരവമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ഓരോ പ്രദേശത്തു നിന്നും വരുന്നവർ അവർ ഇതേവരെ ജീവിച്ച നാട് അല്ലെങ്കിൽ പ്രദേശം വലിയ തോതിൽ രോഗം ബാധിച്ച പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വരുമ്പോൾ പലരും രോഗവാഹകരാവാം. അപ്പോൾ അവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുക, ക്വാറൻറ്റൈൻ കൃത്യമായി പാലിച്ചു പോവുക. ക്വാറൻറ്റൈൻ എന്ന് പറയുമ്പോൾ വീട്ടിലാണ് അവർ താമസിക്കുന്നത്, അത് റൂം ക്വാറൻറ്റൈൻ ആവണം, റൂമിൽ തന്നെ കഴിയണം. റൂമിൽ അവർക്ക് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ഒരാൾ മാത്രമാവണം. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ഒരാളായിരിക്കണം, അതിനുള്ള പാത്രം പ്രത്യേകമായിരിക്കണം, അത് പ്രത്യേകമായി തന്നെ അണുവിമുക്തമാക്കുന്ന നില വേണം. ഈ ഭക്ഷണം കൊടുക്കുന്നയാൾ നല്ല രീതിയിലുള്ള കരുതലോടെ കയ്യുറയൊക്കെ ധരിച്ചിരിക്കണം, ഗ്ലൗസ് ഉണ്ടാവണം, ആവശ്യമായ മാസ്ക് എപ്പോഴും കിട്ടിയിരിക്കണം, എപ്പോഴും നശീകരണം അവിടെ നടപ്പാക്കാൻ ശ്രദ്ധിക്കണം. അദ്ദേഹം ഉപയോഗിക്കുന്ന ടവല്, മറ്റ് ഷീറ്റുകൾ
വസ്ത്രങ്ങൾ എല്ലാം അണുബാധയുണ്ടാകാനിടയുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. ആ വീട്ടിലുള്ള മറ്റാരും ഈ ആളെ ബന്ധപ്പെടാതിരിക്കണം. വീട്ടിൽ തന്നെയാണ്, എന്നാലും ഒരാൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, മറ്റാരും ബന്ധപ്പെടാതിരിക്കുക. ഇങ്ങനെയെല്ലാമുള്ള നടപടികൾ സ്വീകരിച്ചു പോകണം. അതിലൂടെ മാത്രമേ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വീട്ടിലുള്ള മറ്റൊരാൾക്ക് പടരാതിരിക്കുന്ന നിലയുണ്ടാക്കാൻ പറ്റൂ. ഇതാണ് ഏറ്റവും കരുതലായിട്ട് നാം സ്വീകരിക്കേണ്ടത്. ഇനി മറ്റ് സംസ്ഥാനത്തിൽ നിന്നും വരുന്ന ആളുകൾ അവർ ധാരാളം ഫേക്ക് അഡ്രസ്സുമായിട്ട് വരുന്നുണ്ട്. ഇപ്പം വരുന്ന സ്ഥലം കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം സർക്കാരിന് മുന്നിലുണ്ട്. നമുക്ക് അതിനെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പറ്റും, അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? മറ്റൊരു കാര്യം, ഇങ്ങനെ കേസ് കൂടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നൽകിയ ഇളവുകൾ അത് ഏതെങ്കിലും പിൻവലിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വശംവദരാകുന്നവർ അതൊരു സൗകര്യമായിട്ടെടുക്കരുത്. സംസ്ഥാന സർക്കാർ ആലോചിക്കുന്ന കാര്യം ഈ ആവശ്യമായ പാസ്സില്ലാതെ, അതായത് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ, അത്തരത്തിൽ സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങോട്ട് വരാൻ തയ്യാറായാൽ അവർ കനത്ത പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല 28 ദിവസത്തെ ക്വാറൻറ്റൈൻ ഇവിടെ കിടക്കേണ്ടതായും വരും. വീട്ടിലല്ലെങ്കിൽ പുറത്താണ് ക്വാറൻറ്റൈൻ എങ്കിൽ അവരുടെ ചെലവിൽ ക്വാറൻറ്റൈൻ കിടക്കേണ്ടതായി വരും. അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. പുറത്തു നിന്ന് വന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈനാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, സർക്കാരുമായി ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ 7 ദിവസം കഴിയുമ്പോൾ മാറിപ്പോകാൻ പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് സർക്കാർ കൊടുത്ത നിർദ്ദേശമാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടോ? 14 ദിവസം അല്ലേ ക്വാറന്റൈൻ? അത് നേരത്തെ സർക്കാർ തീരുമാനിച്ച കാര്യമാണ്. അത് നേരത്തെ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് ആദ്യഘട്ടത്തിലുള്ള ക്വാറന്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ തന്നെ ആവട്ടെ എന്ന് വെച്ചു. അതിൻ്റെ ഭാഗമായി 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അത് കഴിഞ്ഞ് 7 ദിവസം വീട്ടിൽ ക്വാറന്റൈൻ എന്നാണ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. അതാണ് നടപ്പാക്കുന്നത്. ഇനി അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുന്നവരും അതിന് ആവശ്യമായ ചെലവ് സ്വന്തമായി വഹിക്കേണ്ടതായിട്ട് വരും. ലോക്ക്ഡൌൺ 4ാം ഘട്ടം മെയ് 30 അവസാനിക്കും. ലോക്ക്ഡൌൺ നമ്മൾ ഏർപ്പെടുത്തിയപ്പോൾ രാജ്യത്ത് കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ വേണ്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത്. ഈ 4ാം ഘട്ടം സമ്പൂർണ്ണമാകുമ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചത് ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായില്ല, രോഗവ്യാപനം കൂടിയിട്ടേ ഉള്ളൂ, ലോക്ക്ഡൌൺ ഒരു പരാജയമായിരുന്നു എന്നാണ് അവർ വിമർശിക്കുന്നത്. കേരളം ഈ ലോക്ക്ഡൌണിനെ എങ്ങനെ കാണുന്നു? ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളം കേന്ദ്ര ലോക്ക്ഡൗൺ വരുന്നതിന് മുൻപിൽ തന്നെ നമ്മൾ ആ വഴിക്ക് സഞ്ചരിച്ചവരാണല്ലോ. അപ്പോൾ ലോക്ക്ഡൗൺ എന്നത് ഇതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സഹായകരമായ ഒന്നാണ്. നമ്മുടെ അനുഭവം എന്താണ്? ലോക്ക്ഡൗൺ ഘട്ടത്തിലുണ്ടായിരുന്ന ജാഗ്രത, അതിൻ്റെ ഭാഗമായി രോഗവ്യാപനം തടയാൻ കഴിഞ്ഞത്, അതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ. പക്ഷേ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക രംഗത്തെ പ്രത്യാഘാതങ്ങളുണ്ട്. ആ പ്രത്യാഘാതങ്ങൾ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അതിനകത്തുള്ള മറ്റ് നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് വിമർശിക്കാൻ പറ്റാവുന്നൊരു കാര്യം. മറ്റ് ലോക്ക്ഡൗൺ തന്നെ തെറ്റായിപ്പോയി, ലോക്ക്ഡൗൺ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് രോഗം വ്യാപിക്കാനിടയായി എന്നൊന്നും പറയാൻ പറ്റുന്നതല്ല. ലോക്ക്ഡൗൺ നമ്മുടെ അനുഭവത്തിൽ വളരെ ഫലപ്രദമായി ഇവിടെ ഉപകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു ചെറിയ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് 14 ദിവസത്തെ ക്വാറന്റൈൻ പറയുന്നു. 7 ദിവസം കഴിഞ്ഞ് സ്വന്തത്തിൽ ക്വാറന്റൈൻ ആവാമെന്നും സിഎം പറയുന്നുണ്ട്. ഈ അധികമുള്ള 7 ദിവസത്തെ ക്വാറന്റൈൻ ഇപ്പോൾ കഴിയുന്ന അതേ കേന്ദ്രത്തിൽ ചിലവ് ഉപയോഗിച്ച് കഴിയാനുള്ള സൗകര്യം ഉണ്ടാകുമോ അതോ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറുമോ? 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനേ അവർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ വീട്ടിലുള്ള ക്വാറന്റൈനാണ്. അതങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. ഇനി അങ്ങോട്ട് ആദ്യത്തെ 7 ദിവസം അടക്കം ക്വാറന്റൈൻ സൗകര്യം വേണ്ടവർ അതിൻ്റെ ചിലവും കൂടി വഹിക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഉള്ളവർക്കത് ബാധകമല്ല. പല മേഖലകളിൽ ഇളവ് നൽകിയപ്പോൾ ജനജീവിതം സാധാരണ നിലയിലേക്ക് ആയിട്ടുണ്ട്. എന്നാൽ ഈ കേരളത്തിലെ ഓഡിറ്റോറിയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ക്ലീനിങ് തൊഴിലാളികൾ, കാറ്ററിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ. അവർക്ക് ഈ സഹായങ്ങളൊന്നും മറ്റു പല മേഖലകളിൽ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ സഹായങ്ങളും കിട്ടിയിട്ടില്ല എന്ന് പരാതിയുണ്ട്. കുറച്ചുകൂടി ഇളവ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ കുറച്ചുകൂടി ഇളവ് നൽകുന്നതിനെ കുറിച്ച് വല്ല ആലോചനയുണ്ട്? ഇളവുകൾ തെറ്റിദ്ധരിക്കുന്നൊരു നില നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവാഹത്തിന് 50 പേർക്കാണ് അനുമതി. അപ്പോൾ ഒരു വിവാഹം നടക്കുന്നു, 25-ാം തീയതി ഒരു വിവാഹം എന്ന് വെക്കുക.
ആ 25-ാം തീയതിയത്തെ വിവാഹത്തിന് ആദ്യത്തെ ഒരു 10 മണിയാകുമ്പോൾ 50 ആൾ, അപ്പോൾ 50 ആൾ ആകാമല്ലോ. അവർ പോയി പിന്നെ ഒരു 50 ആൾ ഒരു 10:30 ആകുമ്പോൾ, പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ പോയി പിന്നെ ഒരു 50 ആൾ. ഇങ്ങനെ നമ്മളത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതിൻ്റെ സത്യം എന്താണ്? വിവാഹം എന്നൊരു ചടങ്ങാണ്, അതിന് ആകെ 50 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്നുള്ളതാണ്. എന്നാൽ നേരത്തെയുള്ള ശീലം വെച്ച് ആളുകളിങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നൊരു നിലയുണ്ട്. പിന്നെ വിവാഹത്തിൻ്റെ ശേഷമുള്ള നടപടികളുണ്ട്, അതിനും കുറേ ആളുകൾ വരുന്നുണ്ട്. മരണത്തിൻ്റെ കാര്യത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. മരണത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ 20 പേരാകാം. അപ്പോൾ ഇപ്പോൾ 20, പിന്നെ 20, പിന്നെ 20 ഇങ്ങനെ പോവുകയാണ്. ഇതൊന്നും നമ്മുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ കൂടുക എന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അത്തരം കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. വാഹനങ്ങൾ ഓടാൻ സൗകര്യം കൊടുത്തു, അതിൻ്റെ ഭാഗമായി ആളുകൾ വാഹനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. പക്ഷേ വാഹനത്തിൽ നിശ്ചിത ആളുകൾ മാത്രമേ ഉണ്ടാകാവൂ. അതിൻ്റെ എല്ലാ ചിട്ടകളും കൃത്യമായി പാലിച്ചിരിക്കണം. ശാരീരിക അകലം വേണം. സീറ്റുകളിൽ പകുതി മാത്രമേ ബസ്സിൽ ആളുണ്ടാവൂ. ഓട്ടോറിക്ഷയിലും കാറിലുമൊക്കെ ഉണ്ടാകേണ്ട ആളുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നില ഈ അളവിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം കൂടുതൽ കർക്കശമായ നടപടിയിലേക്ക് നീങ്ങുകയാണ്. വാഹന ഉടമകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിലേക്ക് എത്തും. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് നാട്ടിലുള്ളത്. കൂടുതൽ അളവുകളുടെ കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ല. പിന്നീടൊരു ഘട്ടത്തിൽ നമുക്കെന്താ വേണ്ടതെന്ന് ആലോചിക്കാം. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നിന്നും കരിപ്പൂരിലെത്തിയ ഒരു കുഞ്ഞിന് തിരുവനന്തപുരത്ത് ചികിത്സയ്ക്ക് എത്തുന്നതിനായി ഹെലികോപ്റ്റർ സൗകര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കൾ. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ആയിട്ടുണ്ടോ? എനിക്കറിയില്ല അതിനെപ്പറ്റി. ഈ മുഴുവൻ ചെലവും ഈ ക്വാറന്റൈനിൽ പോകുന്ന മുഴുവൻ ചെലവും ഇനി അവർ വഹിക്കണമെന്നാണ്. അതെ, അത് നിശ്ചയിക്കും. ആ ചെലവ് മുഴുവൻ അവർ വഹിക്കണം. ഇനി വരുന്ന എല്ലാവരും. അതെ. അപ്പോൾ ഈ പാവപ്പെട്ടവരെന്ത് ചെയ്യും? പാവപ്പെട്ടവരും വഹിക്കണം. അവർ യാത്ര ചെയ്ത് വരികയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ളത് വഹിക്കണം. ഇനി ഒരു പ്രശ്നമുണ്ട്. ഈ IMA ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഈ രോഗവ്യാപനം സർക്കാർ മറച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അവർക്ക് എന്താ പറ്റിയെന്ന് അവരോട് തന്നെ ചോദിക്കണം. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അത് അതോടൊപ്പം തന്നെ ഈ IMA CM-ന് ഒരു കത്ത് നൽകി, അതിൽ കേരളത്തിലേക്ക് റെഡ് സോണിൽ നിന്ന് വരുന്നവരെ പ്രവേശിപ്പിക്കരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്നുള്ളത്, നമുക്കിപ്പോൾ CM പറഞ്ഞു 3000 പേരെ വരെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇന്നത്തെ കണക്കനുസരിച്ച് 56,704 സാമ്പിൾ മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പരിശോധനയിൽ നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും കൂട്ടേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? IMA പറഞ്ഞ ആദ്യത്തെ അഭിപ്രായം സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ റെഡ് സോണിലുള്ളവർ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്നൊരു നില സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ പറ്റില്ല. റെഡ് സോണിലുള്ളവരായാലും ഈ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരേണ്ടതായിട്ട് വരും. IMA ഒരു നല്ല ഉദ്ദേശത്തിലാണത് പറയുന്നത്. കാരണം അവർക്ക് രോഗമുണ്ടാകാം, രോഗമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ രോഗവ്യാപനത്തിന് ഇവിടെ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അവരുടെ നാട്ടിലേക്ക് വരുന്നത് തടയുക എന്നത് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവർക്ക് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കാം, ഭേദപ്പെടുത്താം. ചില കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തുക മാത്രമേ ചെയ്തുള്ളൂ, അപ്പോൾ തന്നെ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അപൂർവ കേസുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അവർ വരേണ്ടതില്ല എന്ന നിലപാട് സർക്കാരിന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യമില്ലേ, അതെന്തായിരുന്നു ചോദിച്ചത്? അതെ. ടെസ്റ്റിൻ്റെ എണ്ണം പിന്നെ ഓരോ ഘട്ടമാണല്ലോ ഇതിനൊക്കെ. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഒരു 3000-ൻ്റെ അടുത്ത് ടെസ്റ്റുകൾ ഓരോ ദിവസവും നടത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇന്നത്തെ റിവ്യൂ യോഗത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഗൾഫിൽ മരിക്കുന്നവരുടെ എണ്ണം ദിവസം കൂടുകയാണ്. ഇതുവരെ ഏതാണ്ട് 125 ആളുകൾ മരിച്ചു. അപ്പോൾ അവിടെ ഈ മതിയായ ചികിത്സ ഈ മലയാളികൾ, പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകൾക്കൊന്നും കിട്ടുന്നില്ല. മാത്രമല്ല ഈ മരിക്കുന്നവരൊക്കെ ചെറുപ്പക്കാരുണ്ട്. താരതമ്യേന 50 വയസ്സ് താഴെയുള്ള ആളുകളാണ് മരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇടപെടാൻ കഴിയുമോ? കാരണം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ പരിമിതികളുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളികൾ ദിവസം അവിടെ ഇങ്ങനെ മരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്.
നമുക്ക് ഇടപെടാനാവുന്നതിന് വളരെ പരിമിതിയുണ്ടല്ലോ. അത് സാധാരണ നിലക്ക് ഇന്ത്യ ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടത്. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞാൽ മാത്രമേ മറ്റൊരു രാജ്യത്ത് നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ക്വാറന്റൈൻ സൗജന്യമല്ല എന്ന് പറയുന്നത് വിദേശത്ത് വരുന്നവർക്കാണോ അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നവർക്കാണോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം തീരുമാനത്തിലേക്ക് ക്വാറന്റൈൻ ഇത്രയും നാൾ സൗജന്യമായിരുന്നു ഇനി അങ്ങനെ വേണ്ട തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇപ്പം തന്നെ ഹോം ക്വാറന്റൈൻ ആണല്ലോ. വിദേശത്ത് നിന്ന് വരുന്നവർക്കാണിത് ബാധകം. അല്ല, അത് ഒരു ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ഇങ്ങോട്ട് വരാനുള്ളത്. അവരെല്ലാവർക്കും താങ്ങാൻ സംസ്ഥാന സർക്കാരിനാവില്ല. ഇനി മുതൽ തന്നെ. ഇനി സമൂഹ വ്യാപനത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാനായിട്ട് ഏപ്രിലിൽ ഒരു റാൻഡം ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. സാമ്പിൾ ശേഖരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്? അല്ല, നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടെസ്റ്റിലൊക്കെ കാണുന്നത് അത്തരത്തിലൊരു വ്യാപനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നേരത്തെ നടത്തിയ 3000-ൽ 4 വേറെ കണ്ടത് നമ്മൾ. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവൈലൻസ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഫലമാണല്ലോ. അപ്പോൾ അതിൻ്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും നമുക്ക് ശങ്ക ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ നടത്താനാണ് നമ്മൾ തയ്യാറാകുന്നത്. ആ നടത്തലാണ് നാളെ മുതൽ ആരംഭിക്കുക. ക്വാറന്റൈൻ്റെ ചെലവ് ആരാണ് നിശ്ചയിക്കുന്നത്? ഇത് സംബന്ധിച്ച് അറിയിപ്പ് വരുന്നവർക്ക് കൊടുക്കും, എങ്ങനെയാണ് അതിൻ്റെ? അത് കൊടുക്കും, കൃത്യമായിട്ട് അറിയിക്കും, അവരെ അറിയിക്കും. ഇത്രയാണ്. സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട്. ഈ പുതിയ ബെവ്ക്യൂ ആപ്പിൽ നിന്നുള്ള ഈ ടോക്കൺ വരുമാനം അത് സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ അത് പോകുന്നത് ഇത് നിർമ്മിച്ച കമ്പനിക്കാണ് എന്ന്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം ഇനി നൽകാൻ സാധിക്കും? ഇപ്പം എനിക്കൊരു വിശദീകരണം നൽകാനാവില്ല. പിന്നെ ആരോപണം എപ്പോഴും അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടേയിരിക്കാറുണ്ടല്ലോ. എനിക്കിപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയില്ല. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആലപ്പുഴയിലെ ഏക സ്ഥാപനമാണ് മരുന്ന് നിർമ്മാണം. അവിടുന്ന് സാനിറ്റൈസർ വ്യാപകമായിട്ട് മദ്യപാനത്തിനായിട്ട് ആളുകൾ കൊണ്ടുപോയതൊരു സംഭവമുണ്ട്. അപ്പം ഇനി അങ്ങനെ ഉണ്ടാവില്ല, ചില്ലറ വിൽപ്പന ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് എക്സൈസിന് നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ? അല്ല, ഈ സാനിറ്റൈസർ ചിലർ തെറ്റായി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി കെടുതികൾ വന്നത് നേരത്തെ തന്നെ നാടിൻ്റെ ശ്രദ്ധയിലുണ്ടല്ലോ. പക്ഷേ സാനിറ്റൈസർ ആളുകൾ വാങ്ങിപ്പോകുന്നത് ഇതിനാണെന്ന് ധരിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ നിലക്ക് സാനിറ്റൈസറിൻ്റെ ഉപയോഗത്തിനാണെന്നല്ലേ കാണുക. സിഎം ഒരു കാര്യം കൂടെ, ഈ ക്വാറന്റൈൻ പെയ്ഡ് ക്വാറന്റൈൻ്റെ കാര്യത്തിലാണ്. അതായത് ഇപ്പം നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് UAE കൺട്രീസിൽ നിന്നൊക്കെ വരുന്നവർ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ട് ലേബർ ക്യാമ്പിലൊക്കെ കിടന്ന് എങ്ങനെയും ഇവിടെ എത്തുന്നവരാണ്. അപ്പം അവർക്കെങ്കിലും ഒരു ഇളവ് കൊടുക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അല്ല, ഇവിടെ സാധാരണ നിലക്ക് വരുന്ന ആളുകൾ അവർ ക്വാറന്റൈൻ നടത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ സാധാരണ നിലക്കുള്ള ചിലവ് അത് അവർ വഹിക്കേണ്ടതായിട്ട് വരും. ആ ക്വാറന്റൈൻ പല തരത്തിലുണ്ടാവും. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേക പ്രയാസമൊന്നും അവർക്കുണ്ടാവില്ല. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീടാകാം. ശരി.